പുതുവത്സരാഘോഷ രാവുകൾക്ക് വർണ്ണത്തിളക്കമേകാനുള്ള തയ്യാറെടുപ്പിലാണ് ഫോർട്ട് കൊച്ചിയിലെ മഴമരം. പ്രായത്തിൽ മുത്തശ്ശിയാണെങ്കിലും കഴിഞ്ഞ 24 കൊല്ലമായിട്ടും മുടക്കം കൂടാതെ പുതുവത്സര കാലത്ത് മരത്തെ അണിയിച്ചൊരുക്കുന്ന കാര്യത്തിൽ കൊച്ചിക്കാർ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. വർഷാവർഷം നടത്തുന്നതാണെങ്കിലും ഇത്തവണ ഇച്ചിരി സ്പെഷ്യൽ ആയിരിക്കും. എന്താണെന്നല്ലേ കാണാം. ക്രിസ്മസും പുതുവർഷവും ആഘോഷിക്കേണ്ടത് എങ്ങനെയെന്ന് കൊച്ചിക്കാർ കാട്ടിത്തരും. കൊച്ചിക്കാർ ഇതൊരുക്കുന്നത് കൊച്ചിക്ക് വേണ്ടി മാത്രമല്ല, കൊച്ചിയെ ഉറ്റുനോക്കുന്ന ലോക മലയാളിക്ക് വേണ്ടിയാണ്. പുതുവർഷം ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ കൊച്ചിയിലേക്ക് വരുന്ന മുഴുവൻ പേർക്ക് വേണ്ടിയിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മഴമരത്തെ പ്രകൃതിദത്ത ക്രിസ്മസ് ട്രീയാക്കി ഒരുക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. 25 വർഷം തികയുകയാണ് ഇവരുടെ ഈ പ്രകടനത്തിന്. കൊച്ചി പഴയ കൊച്ചിയല്ല, കൊച്ചിയിലെ കാഴ്ചകളും. ന്യൂ ഇയർ എടുത്താൽ പിന്നെ കൊച്ചിക്കാർ ഫുൾ ഓണാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളെക്കാൾ ഓരോ വർഷവും കൂടുതൽ മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ് നൈറ്റ്സ് യുണൈറ്റഡ് ക്ലബ്. അവിടെ പ്രായം, മതം, രാഷ്ട്രീയം എന്നതിനൊന്നും ഒരു മൂല്യവുമില്ല. അതുകൊണ്ട് തന്നെയാവണം കൊച്ചി കാർണിവൽ ആഘോഷങ്ങൾക്ക് പറ്റിയ പ്രധാന സ്പോട്ടാവാനുള്ള കാരണം. പുതുവത്സരാഘോഷങ്ങൾ പലതുണ്ടെങ്കിലും അതിനെയെല്ലാം കടത്തിവെട്ടി എല്ലാ വർഷവും ജനങ്ങൾ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് കൊച്ചിയുടെ ശ്രദ്ധാകേന്ദ്രമായ ഫോർട്ട് കൊച്ചി വെളിയിലെ മഴമരം. SCS ക്ലബിൽ നിന്ന് രൂപം കൊണ്ട് കഴിഞ്ഞ 24 വർഷത്തെ ഒത്തൊരുമയിൽ മുന്നോട്ടു പോകുന്ന നൈറ്റ്സ് യുണൈറ്റഡ് ക്ലബ്ബാണ് മഴമരത്തിന്റെ അലങ്കാര പണികൾക്ക് പിന്നിലെ സൂത്രധാരന്മാർ. ആദ്യം ഞങ്ങളുടെ ചേട്ടന്മാര് SCS എന്ന പേരിലാണ് ഈ ക്ലബ്ബ് തുടങ്ങിയത്. അത് 3 ചെറിയ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഇവിടുത്തെ ചേട്ടന്മാര് 3 പേര് ഷാർക്ക്, ഈഗിൾസ്, പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബുകളാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് 150 സീരിയസ് സെറ്റിൽ തുടങ്ങി, പിന്നെ 300ആയി, 600ആയി, 800ആയി, ഇപ്പൊ 1500 വന്നു. ഈ വർഷം 25ാമത്തെ വർഷമാണ് നമ്മളിത് അണിയിച്ചൊരുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഇത് 25 വർഷമായി എന്ന് വേണമെങ്കിൽ പറയാം ഈ മലം അലങ്കരിക്കാൻ തുടങ്ങിയിട്ട്. 25 വർഷം പൂർത്തിയാകുന്ന ഇക്കൊല്ലം കാർണിവൽ ഗംഭീരമാക്കാനുള്ള അനവധി കലാപരിപാടികളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 25-ാം തീയതി നമ്മളൊരു ഫ്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈകിട്ട് ഉദ്ഘാടനത്തിന് ശേഷം. അതിനുശേഷം ഓരോ ദിവസം ഓരോരോ പരിപാടിയായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡാൻസ് പരിപാടിയുണ്ട്, കുറച്ച് ഗാനമേള, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. 22-ാം തീയതി DJ ഉണ്ട്, 1-ാം തീയതി DJ ഉണ്ട്. 1500 സീരിയസ് സെറ്റുകൾക്ക് കൂട്ടായി ഇത്തവണ 100 ബോൾസും നിരവധി നക്ഷത്രങ്ങളും കൂട്ടായുണ്ട്. നമ്മള് ഇപ്പൊ ഇതുവരെ 1500 സീരിയസ് സെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ 100 ബോളുകൾ, പിന്നെ നമ്മുടെ സ്റ്റാറുകളുണ്ട്. ഈ പക്ഷേ സ്റ്റാറുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പണ്ട് നമ്മൾ 5 മൂലയുടെ പ്ലാസ്റ്റിക്കിന്റെ സ്റ്റാറാണ് യൂസ് ചെയ്തത്. ഈ പ്രാവശ്യം നമ്മൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഫ്രെയിം അടിച്ചിട്ട് അങ്ങനെ ചെയ്തത്, LED സ്ട്രിപ്പുകൾ ഒട്ടിച്ചിട്ടാണ് ചെയ്തത്. ക്ലബ് അംഗങ്ങളുടെ കൂട്ടായ്മയും നാട്ടുകാരുടെ സഹകരണവും കൂടിയാകുമ്പോൾ സംഭവം ഏതായാലും കളറാവും. വേറെ ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നല്ല, ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഇത് കത്തിച്ച് കാണണം, ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. ഇപ്പൊ എല്ലാ ആൾക്കാരും, വരുന്ന ആൾക്കാരും നമ്മളിത് ഏറ്റെടുത്ത് നടത്തുമ്പോഴേക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ വലിയ ഏണികളുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഇതൊന്നുമില്ലാതെയും ഈ മഴമരം ഒരുക്കുമായിരുന്നു. 25 വർഷം കഴിഞ്ഞു ഈ യുവാക്കൾ അവരുടെ ജ്യേഷ്ഠന്മാരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ മഴമരം ഒരുക്കുന്നതിന് തുടങ്ങിയിട്ട്. ഈ പ്രാവശ്യം 25 വർഷം തികയുമ്പോൾ ഈ ഏണിക്ക് മുകളിലിരിക്കുന്നവരും ഒപ്പം തന്നെ ഇതിനേക്കാൾ മുകളിൽ, ഏറ്റവും മുകളിൽ വരെ ചെറിയ ചില്ലകളിലൂടെ നടന്ന് ഈ മഴമരത്തിൽ മുഴുവൻ ബൾബുകൾ ഇടുമ്പോൾ അവർക്ക് ജീവനിൽ ഭയമില്ല. പക്ഷേ അത് ഈ നാട്ടിലേക്ക് വരുന്ന മലയാളിക്ക് വേണ്ടിയാണ്, ഈ മഴമരം കാണാൻ വരുന്നവർക്ക് വേണ്ടിയാണ് ഇവരുടെ അധ്വാനം. അത് അനേകം നാളുകളായി തുടങ്ങിയിട്ട്. ഈ അധ്വാനം കാണുവാനും ഈ മഴമരത്തിൻ്റെ പ്രകാശം കാണുവാനും ആസ്വദിക്കുവാനും എല്ലാവരെയും ഫോർട്ട് കൊച്ചിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജോസ്ലിൻ ബിജോയ്ക്കൊപ്പം റിഡ്ജൻ റിബല്ലോ, മെട്രോ 7 ന്യൂസ്. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.